ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ചെമ്മീൻ കറി, ചെമ്മീൻ ഫ്രൈ, കോവയ്ക്കുപ്പേരി, പപ്പടം, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പരിപ്പ് പായസവും. ഒരു മധുരം കഴിക്കണമെന്ന് അങ്ങോട്ട് തോന്നി, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ ചെമ്മീൻ കറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല. എനിക്ക് ചെമ്മീൻ കറി താല്പര്യമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി, പക്ഷേ വലിയ ടേസ്റ്റൊന്നും വന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഇതിൻ്റെ അടുത്ത് കൂടെ പോയില്ല എന്ന് പറയുന്ന പോലെ എപ്പോഴും സെയിം ഇൻഗ്രീഡിയൻറ്റ് സെയിം ആളാണെങ്കിൽ കൂടിയും ഉണ്ടാക്കുമ്പോൾ ഒരേപോലെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതാണ് ഇപ്രാവശ്യം പറ്റിയത്. പക്ഷേ മീനുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തിയാണ് കേട്ടോ. മത്തിയുടെ അടുത്ത് കൂടെ ഒന്നും എത്ര വലിയ കഷ്ണം മീനും പോവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ചെമ്മീനായാലും ഏത് മീനായാലും. പണ്ടൊക്കെ മത്തി 10 രൂപയ്ക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അതീ മോഹനേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടൻ വന്നിരുന്നു മീനുകൊണ്ട്. അപ്പോൾ ആ ഏട്ടൻ 10 രൂപയ്ക്കൊക്കെ 1 കിലോ ഇങ്ങനെ വാരി വാരി ഇട്ട് തരുമായിരുന്നു. ഇപ്പം ആ മീനിനാണ് 240, 260, ഇപ്പം അതിന് 180 ആയി തോന്നുന്നു മത്തിക്ക്. പക്ഷെ മത്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരിക്കലും പോവില്ല അല്ലേ. പണ്ട് ഞങ്ങൾ കുട്ടികളാകുമ്പോൾ മോഹനേട്ടൻ്റെ മീൻ വണ്ടിയുടെ ആ പോം പോം സൗണ്ട് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ പറയും, മീൻ വാങ്ങിക്കോ, മത്തിയാണെങ്കിൽ വാങ്ങിക്കോ എന്ന് പറയും. എന്നിട്ട് ചെല്ലുമ്പോൾ മോഹനേട്ടൻ ഒരു പിടി, അന്ന് എനിക്കറിയില്ല, അന്ന് തൂക്കൊന്നുമില്ലേ അറിയില്ല, ഇങ്ങനെ ഇട്ടരും ഇഷ്ടം പോലെ ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ ധാരാളമായിരുന്നു. 10 രൂപയെന്ന് ആലോചിക്കണം. ഞാൻ ഇപ്പോഴും അമ്മോട് പറയും, നമ്മൾ 10, 20 രൂപയ്ക്കൊക്കെ മത്തി വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ, എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ അതിന് 240. അല്ല, എല്ലാത്തിനും വില കൂടുകയാണ്, അത് ശരിയാണ്. അപ്പം അതിനനുസരിച്ച് മീനിന് വില കൂടണമല്ലോ അല്ലേ. അല്ല, ഞാൻ ആലോചിക്കുക 10 രൂപയ്ക്ക് കിട്ടിയ ആ മീൻ, ആ മത്തിയുടെ ടേസ്റ്റ് തന്നെയാണോ ഇന്ന്? അത് മാത്രം എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ എന്ത് മീനിനെക്കാട്ടിലും എപ്പോഴും അടിപൊളി എന്ന് പറയുന്നത് മത്തി തന്നെയാണ് അല്ലേ.